മുത്തുമണിപ്പളുങ്കുവെള്ളം. അപ്പോൾ വൃത്തിയായ ചിക്കൻ നല്ലോണം വൃത്തിയാക്കി എടുത്തു. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം. സുന്ദരമാനി ഓക്കെ 200 ഗ്രാം 100 ഒരു 150 ഗ്രാം ചുവന്നുള്ളി നമ്മൾ ഇതിനകത്തിട്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിലേക്ക് വേണ്ടുന്ന വെളുത്തുള്ളി ഇതൊരു 25 ഗ്രാം വെളുത്തുള്ളിയെ കാണുള്ളൂ. അപ്പോൾ ഇത്രയും വെളുത്തുള്ളി നമ്മളിതിൽ ചതച്ച് ചേർക്കാം. ഓക്കെ. ഇഴിലം പാലപുത്തു പൂമരങ്ങൾ കൂട പിടിച്ചു വെള്ളിമലയിൽ വേളിമലയിൽ. അപ്പോൾ നമുക്ക് ഇത്ര ഇഞ്ചി ഇവിടെ ചതച്ച് ചേർക്കാം. ഏഴിലം പാലപുത്തു പൂമരങ്ങൾ കൂട പിടിച്ചു വെള്ളിമലയിൽ. ഇനി കുറച്ച് സാധനം കൂടെ ചേർക്കാം. ഇത്രയും മഞ്ഞപ്പൊടി ശകലം കൂടെ ഇടാം. ഓക്കെ, മഞ്ഞപ്പൊടി ഇട്ടു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉപ്പ് ആദ്യമേ നമ്മൾ കുറച്ച് കൂടുതൽ വാരി ഇട്ട് കളഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനി ഇതിനെ ഞാൻ മിക്സ് ചെയ്യാം. ഓക്കെ, ഇതിന് വേണ്ടി മാത്രമുള്ള കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ 2 പാത്രം വെള്ളം ഒഴിച്ചു. അപ്പോൾ വെന്ത് വരും. അപ്പോൾ ശകലം കറിവേപ്പിലൂടെ ഞാൻ ഇതിലിടുകയാണ്. കറിയുടെ ടേസ്റ്റിന് വേണ്ടി നമ്മൾ കറിവേപ്പില എല്ലാ കറികളിലും നമ്മൾ കറിവേപ്പില ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ നല്ല കാറ്റുണ്ട്. കുറച്ച് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല അന്തരീക്ഷം. ഇവിടെയൊക്കെ ആണെങ്കിൽ ഇതാകണ്ട കാട്ടിൽ പൂമ്പാറ്റകളെല്ലാം ഇങ്ങനെ പറന്ന് കിടക്കുകയാണ്. ഇവിടെ നല്ല ഒത്തിരി പൂമ്പാറ്റകളുണ്ട്. അപ്പോൾ ഈ വള്ളിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. അപ്പോൾ അമ്മ പറയും, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം ഈ നല്ല പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഈ വള്ളിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പോകും നീതാ പറന്നമ്മേ. ഇവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ കോഴി ഇറച്ചി വെന്തു. ഓക്കെ, തേങ്ങ നമ്മൾ ചിരി. ശകലം ജീരകം, ഒരു ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില. കുറച്ച് ഇറച്ചി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 2 സ്പൂണ് മുളക് പൊടി ഇട്ട്, 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട്, ശകലം മാത്രം മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കാം. ഇനി നമുക്ക് ഈ മസാല അതുപോലെ ഗ്രാമ്പു പട്ട ഇതൊക്കെ കൂടി പൊടിച്ചെടുക്കാം. കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം ഇതിന് നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇത്രയും മസാല അതിൽ ഉപയോഗിച്ചു. ഓക്കെ, ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വെന്തിരിക്കുന്ന നാടൻ കോഴി ഇറച്ചിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് മിക്സായി കഴിഞ്ഞു. ഇനി ഓക്കെ, ഇത് കുറച്ച് അടച്ചു വയ്ക്കാം. ഇനി ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ മസാല എല്ലാം റെഡിയാവും. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കണം, കടുക് വറുക്കണം. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞ് ചെയ്യാം. ഓക്കെ, തോരനാവുന്നതുകൊണ്ട് നമുക്ക് മൊത്തം വെള്ളം വറ്റി വരണം. വറ്റിയാൽ മാത്രമേ നമുക്കിത് തോരൻ രീതിയിലാവുള്ളൂ. ശകലം വെളിച്ചെണ്ണോടെ ചേർത്ത് ചെറുതായിട്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊക്കെ ഇറക്കി വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാൻ പറയാം ഡ്രൈ ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ള വിവരം. എങ്കിൽ ചിക്കൻ റെഡിയായി. ഡ്രൈ ആയി കഴിഞ്ഞു. ഇനി ചിക്കൻ തോരൻ റെഡിയായി. നമുക്കിനി ഇറക്കി വെച്ചിട്ട് ഒന്ന് താളിക്കാം. അതായത് നമ്മൾ നാട്ടിൽ പറയും കടുക് വറുക്കാമെന്ന്. ഈ ഭാഗത്തിരിക്കട്ടെ. കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കും. ഓക്കെ, എണ്ണ ചൂടായി. നമുക്ക് കടുക് ഇട്ടു, കറിവേപ്പില ഇട്ടു, മുളക് ഇട്ടു.
പിന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് കോരി അതിലേക്കിടാം. എന്തൊക്കെ നമ്മളിതിൽ ഉപയോഗിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. നമുക്കൊക്കെ ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കണം, ഒരു വീട്ടിലെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഈ തോരൻ എന്തൊക്കെ വേണമെന്നുള്ളതും മനസ്സിലായി. ഇനി ഇത് ഉണ്ടാക്കി നമ്മളെ വീട്ടുകാർക്കൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞത് ചിക്കൻ തോരൻ.